65 ലക്ഷം രൂപ കടാന്നാ പറയുന്നത്. അതായത് ഉമ്മയ്ക്ക് 65 ലക്ഷം രൂപ. അപ്പോൾ മകനും ഉമ്മയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ അടിച്ച് പൊളിക്കുക തന്നെയാണ് ചെയ്തത്. ആകെയുള്ളത് 3 പേരാണ്. അതായത് ഒരു 9ാം ക്ലാസ്സിൽ പഠിക്കുന്നത്, പിന്നെ ഒന്ന് ഈ 23 വയസ്സുള്ള ഈ ചെകുത്താനും, പിന്നെ എന്ന് പറഞ്ഞ ഉമ്മയും. ബാപ്പയാണെങ്കിൽ 7 കൊല്ലമായിട്ട് ഇങ്ങോട്ട് വരാറേയില്ല. അങ്ങേരെ അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടത്തിൻ്റെ മുകളിൽ കടം തന്നെയാണ്. അപ്പോൾ ഈ ഫാമിലിക്ക് 65 ലക്ഷം രൂപ കടമുണ്ടെന്ന് നിങ്ങളൊരു കാര്യം ആലോചിച്ച് നോക്കണം. അതായത് ഇവരെന്താ തിന്നുകൊണ്ടിരിക്കുന്നത്? അതായത് ഈ നോട്ട് കെട്ടുകളാണോ ഇവരൊക്കെ തിന്നുകൊണ്ടിരിക്കുന്നത്? അതായത് നമ്മൾ വരവറിയാതെ ചിലവാക്കുക എന്നൊക്കെ പറയുന്നില്ലേ, അതിൻ്റെ ഏറ്റവും വലിയൊരു അപകടം, ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ഈ ഒരു കുടുംബം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് ഇപ്പോഴും പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കടക്കാർ വന്ന് ശല്യം ചെയ്തതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്തത് എന്ന്. ഈ ചെകുത്താനോട് ഞാൻ ചോദിക്കുകയാണ്, കടക്കാർ വന്ന് ശല്യം ചെയ്തു കഴിഞ്ഞാൽ നിനക്കും നിൻ്റെ കുടുംബത്തിനും അല്ലേ പ്രശ്നം? എന്തായിരുന്നു ആ ഒരു പാവം 90 വയസ്സോളം പ്രായമുള്ള ഒരു ഉമ്മച്ചി, അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതോ വീട്ടിലുള്ളൊരു പെണ്ണ്, ആ പെണ്ണൊക്കെ എന്ത് പഴച്ചു എന്നാണ് എനിക്ക് മനസ്സിലാകാത്തത്. ഇപ്പം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാവരും വന്ന് എന്നെ ശല്യപ്പെടുത്തുന്നു, എല്ലാവരും വന്ന് എന്നെ ശല്യപ്പെടുത്തുന്നു എന്ന്. കടം മേടിച്ച് തിന്ന് കഴിഞ്ഞാൽ എല്ലാവരും വന്ന് ശല്യപ്പെടുത്തും. അതെന്ന് പറയുന്നത് ഇവിടെ മാത്രമല്ല, പ്രത്യേകതയൊന്നുമല്ല. അപ്പോൾ എങ്ങനെയാണ് കടം വന്നത് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണം എന്ന് പറഞ്ഞാൽ ആഡംബര ജീവിതമാണ്. അതായത് ഈ ഉമ്മ ഒന്നുകിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മകന് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. അതായത് മകൻ ചോദിക്കുമ്പോൾ പൈസ കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ബൈക്ക് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെന്ന് പറഞ്ഞാൽ മകൻ അർമാദിക്കാൻ വേണ്ടിയിട്ട് നാട്ടുകാരെല്ലാവരും പറയുന്നുണ്ട് ദീനിയായ പയ്യനാണ്, ഒരു ദിവസം പോലും പള്ളിയിൽ പോകാതിരിക്കത്തില്ല, ഒരു നോമ്പ് പോലും പിടിക്കാതിരിക്കത്തില്ല. ദീനി എവിടത്തേക്കാണ് എല്ലാ ദിവസവും വൈകുന്നേരം പോകുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ബാറിലേക്കാണ്. ആലോചിച്ച് നോക്കണം നിങ്ങൾ. അപ്പം ഇങ്ങനെയുള്ള ഒരു ചെകുത്താനാണവൻ. ഒരിക്കലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനെ മനുഷ്യനായിട്ട് കണക്കൂട്ടിക്കൂടാ. അവൻ കൃത്യമായിട്ട് ആസൂത്രണം ചെയ്തിട്ട് തന്നെയാണ്. അതായത് ഇനി എനിക്ക് ജയിലിൽ നിന്ന് വന്നു കഴിഞ്ഞാലും സുഖമായിട്ട് ജീവിക്കാം. പണ്ടൊരു കഥയുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഒരു മകൻ ഒരു വലിയൊരു കുറ്റത്തിൽ പെടുകയാണ്. അങ്ങനെ അവസാനം തൂക്കാൻ വിധിക്കുമ്പോഴെന്ന് പറഞ്ഞാൽ രാജാവ് ചോദിച്ചു, നിനക്ക് എന്തെങ്കിലും ആഗ്രഹം ഉണ്ടോ എന്ന്. എനിക്ക് എൻ്റെ അമ്മയുടെ ചെവിയിൽ ചില സ്വകാര്യങ്ങൾ പറയാനുണ്ട് എന്ന് പറഞ്ഞു. അതായത് എന്താ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ മകൻ ജയിലിലാകാൻ കാരണം തന്നെ ഈ അമ്മയാണ്. അതായത് ഈ മകൻ ചെറിയ തെറ്റുകൾ ചെറുപ്പത്തിൽ ചെയ്തു വന്നപ്പോൾ ഈ അമ്മ എന്ത് ചെയ്തു? ഇത് കണ്ടില്ല എന്ന് നടിച്ചു, കേട്ടില്ല എന്ന് നടിച്ചു, ഇതിങ്ങനെ പ്രോത്സാഹനം കൊടുത്തുകൊണ്ടിരുന്നു. അപ്പോൾ വലുതായപ്പോഴെന്ന് പറഞ്ഞ് ഇവൻ കൊടും കുറ്റവാളിയായിട്ട് ഇവനെ തൂക്കാൻ വിധിച്ചിരിക്കുകയാണ്. അങ്ങനെ അമ്മയുടെ ചെവിയിൽ സ്വകാര്യം പറയാൻ പോയപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഞെട്ടിപ്പോയി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അമ്മയുടെ അലർച്ചയാണ് പിന്നീട് കേൾക്കുന്നത് എന്നുള്ളതാണ്. അതായത് അമ്മയുടെ ചെവി അങ്ങ് കടിച്ചു മുറിച്ചെടുത്തു. എന്നിട്ട് പറയുകയാണ്, നിങ്ങളാണ് എന്നെ ഇവിടം വരെ എത്തിച്ചത് എന്ന്. അതുപോലെ തന്നെയാണ് ഒരു പക്ഷേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മാതാവിനെ നമ്മൾ കുറ്റം പറയുന്നതല്ല. അവരവിടെ ഈ ഹോസ്പിറ്റലിൽ കിടന്നിട്ട് അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്നുള്ള തലത്തിലാണ് ഉള്ളത്. അവരെ ഈ ഒരു അവസരത്തിൽ കുറ്റം പറയുന്നതല്ല. പക്ഷേ ഇനിയെങ്കിലും മാതാപിതാക്കൾ സൂക്ഷിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതുപോലെ മക്കളെ അതായത് വളർത്തുമ്പോഴെന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ വളർത്തുക. ചെറുപ്പം മുതലെന്ന് പറഞ്ഞാൽ ചെറിയ ശീലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് അവിടെ വെച്ച് നിർത്തിക്കുക എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. എന്താണെന്ന് വെച്ചാൽ, പൊതുവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗൾഫുകാരുടെ മക്കൾ, അതായത് ഭർത്താവ് ഗൾഫിലായിരിക്കും, അതുപോലെ തന്നെ ഭാര്യയാണെങ്കിൽ നാട്ടിലായിരിക്കും, ഭാര്യയായിരിക്കും മക്കളെയെല്ലാം വളർത്തുന്നത്. അവർക്ക് പലപ്പോഴും എന്ന് പറഞ്ഞാൽ മക്കളിൽ നിയന്ത്രണം പോലും കിട്ടാറില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ പറഞ്ഞാൽ കേൾക്കത്തില്ല. അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അച്ഛൻ ഇവിടെ ഇല്ലാത്തതിൻ്റെ പ്രശ്നങ്ങൾ ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പലപ്പോഴും എന്ന് പറഞ്ഞാൽ മുതലെടുക്കാറുണ്ട്. അതായത് ഈ തന്ത ഗൾഫിൽ ഇങ്ങനെ പണിയെടുത്ത് ഇഷ്ടംപോലെ പൈസ അയച്ചു കൊടുക്കും. ഈ പൈസ മുഴുവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കൾ ചിലപ്പോൾ ദൂർത്തടിക്കുന്ന സ്ഥലം വരെയുണ്ട്. അതുപോലെ തന്നെയുള്ള ഒരു മകനാണ് ഈ മകൻ എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതായത് തന്ത നല്ല രീതിയിൽ അവിടുന്ന് കഷ്ടപ്പെട്ട് അയക്കുന്ന പൈസ മുഴുവൻ ഇവനിടുന്ന് ദൂർത്തടിക്കുന്നുണ്ട്. അപ്പോഴെന്ന് പറഞ്ഞാൽ കടവും വിടാൻ കഴിയാത്ത സ്ഥിതി ആയതുകൊണ്ട് തന്നെയാണ് ഇത്രയും കടം വന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ്റെ പുറകിൽ ഒരു ഗൂഢശക്തിയുണ്ട് എന്നാണ് എൻ്റെ ഒരു സംശയം. അതായത് ഒരു വലിയൊരു കളി ഇവിടെ നടക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലഹരിയൊന്നുമല്ല ഇത് ചെയ്യാനുള്ള കാരണം എന്ന് വരുത്താൻ വേണ്ടിയിട്ട് ഇവിടെ ആരൊക്കെയോ ശ്രമിക്കുന്നതായിട്ട് എനിക്കൊരു ചെറിയൊരു സംശയമുണ്ട്. അതായത് ഈ ഒരു ലഹരിയും ഇല്ലാത്ത ഒരുത്തന് ഇതുപോലെ കാടത്തരങ്ങൾ ചെയ്യാൻ കഴിയില്ല. മണിക്കൂറുകളോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സംശയവും തോന്നാതെ 40,000 ഉറുപ്പ്യോളം കടവും വീട്ടിയിട്ടുണ്ട് ഇവൻ. 6 മണിക്കൂറിനുള്ളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊലകൾ നടത്തിയതിന് ശേഷം കടം കൊടുക്കാനുള്ളവരുടെ പേരിൽ കൃത്യമായിട്ട് പൈസ അയച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവ കൃത്യമായിട്ട് പ്ലാൻ ചെയ്തിട്ടുള്ള ഇത് തന്നെയാണ് അവിടെ സംഭവിച്ചത്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നാട്ടുകാരെ നിങ്ങളെല്ലാവരും കയ്യും കെട്ടി നോക്കിയിരിക്കുകയാണോ? അതായത് നിങ്ങൾ ഒരിക്കലും കയ്യും കെട്ടി നോക്കിയിരിക്കരുത്. അത് ലഹരി മാഫിയകൾ നിങ്ങളുടെ വീടിനടുത്ത് പോലും വന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇതിവിടെ വെച്ചൊന്നും തീരില്ല. ഇത് ഇനിയും ഇതുപോലെ തന്നെ സംഭവിച്ചു കൊണ്ടിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് ലഹരി മാഫിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ശക്തമാണ്. ഇവിടെ ഒരുത്തനും ആരെയും പേടിയില്ല.
ഈ ലഹരി മാഫിയ ആയാൽ തന്നെ ഇപ്പോഴും ഇന്നലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നേതാവിൻ്റെ മകനെ, എന്താ പറയുക, വിഷ്ണുപുരം ചന്ദ്രശേഖരൻ അങ്ങനെ കാര്യം പറയുന്ന ഒരു നേതാവിൻ്റെ മകനെ, അവനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ രാസലഹരി എന്തോ ആയിട്ട് പിടികൂടിയിട്ടുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോഴെന്ന് പറഞ്ഞാൽ അവനെ ജാമ്യത്തിൽ വിട്ടിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ചെറിയ ഗ്രാമേ ഉള്ളുമായിരുന്നു. പക്ഷേ ഇത് എവിടെ നിന്നാണ് കൊണ്ടുവന്നത്, ഇതിൻ്റെ ഉറവിടം ആരാണ്, ഇത് ആരാണ് കൊണ്ടു കൊടുക്കുന്നത് എന്നൊന്നും ഇവർ പറയുന്നില്ല. ഇതൊന്നും അന്വേഷിക്കുന്നില്ല. അതായത് ഒരുത്തൻ്റെ കയ്യിൽ നിന്നും ഇത് പിടിച്ചു കഴിഞ്ഞാൽ ഓനെ കുറച്ച് കഴിഞ്ഞാലെന്ന് പറഞ്ഞാൽ ഓനെ കോടതിയിൽ ഹാജരാക്കുന്നു, ഓൻ പിന്നീട് ജാമ്യം നേടുന്നു. പക്ഷേ ഇത് എവിടെ നിന്നാണ് വരുന്നത്, ഇതിൻ്റെ ഉറവിടം ആരാണ് ഇതിൻ്റെ ഏറ്റവും വലിയ കണ്ണി? അവനെ പിടിച്ചിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ പറയണ്ടല്ലോ. അത് ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ നാട് രക്ഷപ്പെടൂ. അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ കയ്യിൽ നിന്നും വാങ്ങിക്കുന്ന 2 വലിക്കാൻ വാങ്ങിക്കുന്ന, ഇല്ലെങ്കിൽ 2 ഇവിടെ വെക്കാൻ വാങ്ങിക്കുന്ന അവനെ പിടിച്ചു കഴിഞ്ഞാൽ ഒരു കാര്യവുമില്ല. ഇതിൻ്റെ കണ്ണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേരോട് കൂടിയിട്ട് അത് അറുത്ത് കളയണം. അതാണ് വേണ്ടത്. പക്ഷേ അത് അങ്ങനെ അറക്കണ്ടെങ്കിൽ കുറച്ച് പണിയുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാഷ്ട്രീയക്കാരുമായിട്ട് മറ്റവരൊക്കെ ആയിട്ട് നല്ല ബന്ധമുള്ളവരായിരിക്കും. അതായത് നമ്മുടെ നാട്ടിൽ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണല്ലോ. ഇപ്പം രാഷ്ട്രീയ നേതാവിൻ്റെ മകൻ അവനായതുകൊണ്ടല്ലേ ഇന്നലെ പെട്ടെന്ന് തന്നെ എന്ന് പറഞ്ഞാൽ അവൻ പുറത്തിറങ്ങി. അതുപോലെ തന്നെ കഴിഞ്ഞ ഒരു 2-3 മാസം മുമ്പ് MLA യുടെ ഒരു മകൻ, ആ MLA ന്യായീകരിക്കുന്നുണ്ട്, എൻ്റെ മകൻ വലിച്ചിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു മന്ത്രി പറയുന്നത് കേട്ടു, ഒരു ബീഡി മാത്രമല്ലേ വലിച്ചുള്ളൂ, അത് ഇത്ര വലിയ തെറ്റാണോ എന്ന്. ബീഡി വലിക്കുന്നത് തെറ്റൊന്നുമല്ല. പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ പിടികൂടുമ്പോൾ ഇവരൊക്കെ എന്ന് പറഞ്ഞ് ഇങ്ങനെയുള്ള സംഘങ്ങളിൽ ഉള്ളതാണ് എന്നുള്ള ഒരു ഞെട്ടിക്കുന്ന കാര്യമാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഒരു 2035 ആകുമ്പോഴേക്കും നമ്മുടെ കേരളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേടി കൂടാതെ ഒന്ന് വഴിയിലിറങ്ങി നടക്കാൻ പോലും നമുക്ക് കഴിയില്ല. അങ്ങനെ ലഹരി മാഫിയ പിടിമുറുക്കിയ ഒരു മണ്ണായിരിക്കും ഇത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ എവിടെ തിരിഞ്ഞാലും ലഹരിയാണ്. കേരളത്തിലാണ് എനിക്ക് തോന്നുന്നത് ഇത്രയും കൂടുതൽ ലഹരി പദാർത്ഥങ്ങൾ ഒഴുകുന്നത്. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ആദ്യമൊക്കെ ഫ്രീ ആയിട്ട് കൊടുക്കും, പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈസക്ക് കൊടുക്കും. ഇങ്ങനെ ഈ ലഹരി മാഫിയകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പിടിമുറുക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ നാട്ടുകാരോട് പറയുന്നത്, നിങ്ങളെല്ലാവരും നിങ്ങളുടെ പരിസരത്ത് എവിടെയെങ്കിലും ഇമാതിരി കൂത്തറകൾ ഉണ്ടെങ്കിൽ അവന്മാരൊക്കെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ തന്നെ കണ്ടെത്തണം. അല്ലാതെ ഒരുത്തനും വരത്തില്ല കണ്ടെത്താൻ. നിങ്ങൾ തന്നെ കൃത്യമായിട്ട് കണ്ടെത്തണം. ഇല്ലെങ്കിൽ ഇതുപോലെയുള്ള വെഞ്ഞാറമൂട് പോലെയുള്ള സംഭവങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കും. അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 65 ലക്ഷം രൂപ കടം കൊടുത്തത് ആരാണ്? ഇവർ ഈ പൈസ എന്ത് ചെയ്തു? അതായത് ഈ പൈസ മുഴുവൻ, ഈ 65 ലക്ഷം രൂപ ഇവരെന്താണ് ചെയ്തത്? ഇതിലൊക്കെ എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് അന്വേഷണം നടത്തണം. ആരാണ്, എന്താണ്? ഇനി പയ്യൻ തന്നെ കൊണ്ടുപോയിട്ട് ഏതെങ്കിലും മാഫിയക്ക് കൊടുത്തിട്ട് വലിച്ചതോ ഊതിയതോ ആണോ എന്ന് പോലും കണ്ടുപിടിക്കണം. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഇപ്പോഴും വർദ്ധിച്ചു വരുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലെന്ന് പറഞ്ഞാൽ സ്ത്രീകളും കുട്ടികളും എല്ലാവരും അടിമയാണ്. അതായത് ഈ ഓൺലൈൻ ഗെയിമുകൾ, നമ്മളൊക്കെ വിശ്വസിക്കുന്ന നമ്മളെല്ലാം ബ്ലോഗർമാരായ ഒരുപാട് പേര് ഈ ഓൺലൈൻ ഗെയിം എന്ന് പറയുന്ന സംഭവം പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മണിക്കൂറുകൾക്കുള്ളിൽ നിങ്ങൾക്ക് 3000 തേടാമെന്ന്. എൻ്റെ ബുദ്ധിയില്ലാത്ത മക്കളെ ഞാൻ പറയുകയാണ്, ഒരുത്തം പോലും നമുക്ക് ഫ്രീ ആയിട്ട് പൈസ തരത്തില്ല. അത് നിങ്ങൾ ആദ്യം ആലോചിക്കണം. ഈ മലയാളികളെയാണെങ്കിൽ ഏറ്റവും കൂടുതൽ പറ്റിക്കാൻ എളുപ്പം എന്നുള്ളത് കൊണ്ടാണ് സകല ഹിന്ദിക്കാരും വന്നിട്ട് ഇവിടെ ഈ ഓൺലൈൻ ബെറ്റ് പോലെയുള്ള ഓൺലൈൻ ആപ്പുകൾ തുറന്നിരിക്കുന്നത്. അതിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ പിടികൂടിയതാകട്ടെ ആരെയാ? നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട നന്മ മരങ്ങളായ വ്ളോഗർമാരെയാണ്. വീട് വെച്ച് കൊടുക്കുന്നു, കടയുണ്ടാക്കി കൊടുക്കുന്നു, അതുപോലെ തന്നെ അപ്പൂപ്പനെയും കൂട്ടിയിട്ട് ഗോവക്ക പറക്കുന്നു. ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്മുടെയെല്ലാം മനസ്സിൽ എന്ന് പറഞ്ഞാൽ നല്ല നല്ല വ്ളോഗർ ചെയ്യുന്ന ഇവനൊക്കെയാണ് ഇതിൻ്റെ ഏജൻറ്റ് എന്ന് പറയുമ്പോഴാണ് നമ്മുടെ നാട് എങ്ങോട്ടാണ് നീങ്ങുന്നത്, നമ്മുടെ യുവത്വം എങ്ങോട്ടാണ് നീങ്ങുന്നത്. ഇവിടെ ഒരു തൊപ്പീനെ പൂട്ടിയത് കൊണ്ടൊന്നും കാര്യങ്ങളെ നടക്കില്ല. ഇവിടെ 500 തൊപ്പികൾ വേറെ വരുന്നുണ്ട്. അവന്മാരെയാണ് പിടിക്കേണ്ടത്. നിങ്ങളുടെയൊക്കെ സ്വീകരണ മുറിയിൽ ഇന്നാളെ നല്ല ആ ഓട്ടോക്കാരൻ പാപം, ഓൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഇവിടെ ഒരു ബ്ലോഗൊക്കെ ഉണ്ടാക്കിയത്. അയ്യോ എൻ്റെ പെങ്ങൾ എന്ത് സ്വഭാവമെന്നറിയാം. പക്ഷെ ഇവരൊക്കെ ചതിയാണ് ചെയ്യുന്നത് ശരിക്ക്. അതായത് നിങ്ങളുടെ കുടുംബങ്ങളെ തന്നെയാണ് നശിപ്പിക്കുന്നത്. ഈ ഓൺലൈൻ ബെറ്റ് പോലെയുള്ള സംഭവങ്ങളിൽ അങ്ങനെ ഒരുപാട് പേര് അങ്ങനെ ജീവിതം തൊലഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വഴിയിലെങ്ങാനും പോയിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ചിലപ്പോഴെന്ന് പറഞ്ഞാൽ പോലീസ് അന്വേഷണത്തിൽ ഇതെല്ലാം മനസ്സിലാക്കാനുള്ള എല്ലാ ചാൻസും ഉണ്ട്. അപ്പോൾ ഓൺലൈൻ ഗെയിമുകളും പിന്നെന്ന് പറഞ്ഞാൽ ഈ രാസലഹരികളും ഇതൊക്കെയാണ് പൈസ പോയ വഴി എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെന്ന് പറഞ്ഞാൽ ആഡംബരമായിട്ടുള്ള ജീവിതം, അതായത് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ജീവിതങ്ങൾ ഇത് തന്നെ. പിന്നെ അപ്പനേടിയില്ല, ആ അപ്പനേട വിദേശത്താണ്. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ചെറുക്കൻ നല്ല രീതിയിൽ ഇവിടുന്ന് അർമാദിച്ചു. 23 വയസ്സായിട്ടും ഒരു ജോലിക്കും പോകാതെ ചെറുക്കൻ ഇവിടുന്ന് അർമാദിച്ചതിൻ്റെ ഒരു ഫലമാണ് ഇപ്പോഴും കണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും
ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിനോടൊപ്പം തന്നെ നിങ്ങളൊരു കാര്യം ചെയ്യണം. നിങ്ങളുടെ വീടിനടുത്ത് എവിടെയെങ്കിലും ഇമാതിരി കൂതറ ടീമുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇന്ന് തന്നെ നാട്ടുകാർ എല്ലാവരും പോയിട്ട് അവനെ പിടികൂടിയിരിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഓരോരോ ആൾക്കാരും അവനവൻ്റെ ഈ പിന്നെന്താണ് ചുറ്റുവട്ടത്ത് നിരീക്ഷിച്ചാൽ മതി. അപ്പോഴും മനസ്സിലാകും ഇവിടെ ആരാണ് ഇമാതിരി പരിപാടി എടുക്കുന്നത്, ആരാണ് ഇത് വിൽക്കുന്നത് എന്ന് കൃത്യമായിട്ട് മനസ്സിലാകും. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നന്ദി, നമസ്കാരം.